ലോകത്താകമാനം വാഹന വിപണി വലിയ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. ഫീച്ചറുകൾ, സാങ്കേതികവിദ്യ അങ്ങനെ അതിവേഗത്തിലാണ് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫീച്ചറുകളുടെ മാറ്റങ്ങളിലേക്ക് വന്നാൽ അത്യാവശ്യമുള്ളതും അനാവശ്യമായതുമായ പല ഫീച്ചറുകളെ കുറിച്ച് പറയേണ്ടി വരും. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എൻജിൻ ടെക്നോളജി ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിപ്ലവത്തെക്കുറിച്ചാണ്. ഹൈബ്രിഡ് എൻജിനുകൾ. പരമ്പരാഗത പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് വാഹനങ്ങളിൽ നിന്ന് അഥവാ ഇന്റേണൽ കംപ്രഷൻ ICE എഞ്ചിനിൽ നിന്ന് മാറി ചിന്തിക്കാൻ പല കാരണങ്ങളുണ്ട്. ഓഫ് കോഴ്സ് ഇന്ധന വിലവർധന ഒരു ഘടകമാണ്. പിന്നെ മലിനീകരണം, അങ്ങനെ ഒരുപിടി കാരണങ്ങൾ നമുക്ക് നിരത്താൻ സാധിക്കും. ഓരോ വാഹന നിർമ്മാണ കമ്പനികളും ഇതിന് പകരമായി വരാവുന്ന എഞ്ചിനുകളെ കുറിച്ച് അവരുടേതായ രീതിയിലാണ് ചിന്തിച്ചത്. ടാറ്റയും ഇപ്പോൾ മഹീന്ദ്രയും പൂർണ്ണമായും ഇലക്ട്രിക് എഞ്ചിനുള്ള വാഹനങ്ങൾ അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോറുള്ള വാഹനങ്ങൾ പുറത്തിറക്കാനാണ് ആരംഭിച്ചത്. ഇതാണ് ഞങ്ങളുടെ മറുപടി എന്നാണ് ടാറ്റയും മഹീന്ദ്രയും ആ മാറ്റത്തോട് പ്രതികരിച്ചത്. പക്ഷേ നിലവിലെ ഇന്ത്യയിലെ EV അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു ഇലക്ട്രിക് എഞ്ചിനിലേക്ക് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായി ഇലക്ട്രിക് മോട്ടോറിലേക്ക് മാറാൻ സജ്ജമല്ല എന്ന് വേണം പറയാൻ. ചാർജിംഗ് സ്റ്റേഷനുകൾ പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം മറികടക്കണമെങ്കിൽ EV സാങ്കേതികവിദ്യ റേഞ്ചും ചാർജിംഗ് സ്പീഡും വർദ്ധിപ്പിച്ച് മികച്ചതാവണം. കേരളത്തിൻ്റെ കാര്യം പറഞ്ഞാൽ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒറ്റ ചാർജിൽ എത്താൻ കഴിയുന്നതും 15 മിനിറ്റിൽ വീണ്ടും ഫുൾ ചാർജ് ആകുന്നതുമായ ഒരു EV വാഹനം വന്നാൽ മാത്രമേ കേരളം EV റെഡി എന്ന് പറയാൻ പറ്റൂ. അങ്ങനെയാണ് മറ്റു വഴികളിലേക്ക് കാർ കമ്പനികൾ ചിന്തിച്ചു തുടങ്ങിയത്. അങ്ങനെയാണ് ICE എഞ്ചിനൊപ്പം ഒരു ഇലക്ട്രിക് മോട്ടോർ കൂടി വച്ചാലോ എന്ന് കമ്പനികൾ ചിന്തിച്ചത്. സിമ്പിളായി പറഞ്ഞാൽ അങ്ങനെയാണ് ഹൈബ്രിഡ് എഞ്ചിനുകൾ പിറവികൊണ്ടത്. EV സർവ്വവ്യാപിയാകും വരെ ഇന്ത്യൻ കാർ വിപണിയിൽ മുൻനിരയിൽ തന്നെ സ്ഥാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന എഞ്ചിനാണ് ഹൈബ്രിഡ് എഞ്ചിനുകൾ. ഇന്ത്യയിൽ പ്രധാനമായും മാരുതി സുസുക്കിയും ടൊയോട്ടയുമാണ് ഹൈബ്രിഡിൻ്റെ സാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കി ഇപ്പോൾ വാഹനങ്ങൾ ഇറക്കുന്നത്. അതേസമയം ഇന്ത്യയിൽ ഹൈബ്രിഡ് എഞ്ചിനുകൾ അത്ര കോമൺ അല്ല. അതിന് ചില കാരണങ്ങളുണ്ട്. ഉയർന്ന വിലയാണ് അതിൻ്റെ പ്രധാന കാരണം. ഈ സാങ്കേതികവിദ്യയും അതിൻ്റെ പാർട്സുകൾക്കും ഉയർന്ന വിലയാണ്. ഉയർന്ന വാഹന നികുതിയുള്ള ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത് വാഹനത്തിൻ്റെ വിലയിൽ വൻ വർധനവുണ്ടാക്കും. EVക്ക് നൽകുന്നത് പോലെ സർക്കാർ യാതൊരുവിധ സബ്സിഡിയും ഹൈബ്രിഡിന് നൽകുന്നുമില്ല. അതിനുള്ള കാരണം ഇത് പൂർണ്ണമായും ഒരു പരിസ്ഥിതി സൗഹൃദ സാങ്കേതിക വിദ്യയല്ല എന്നതുകൊണ്ടാണ്. സ്റ്റിൽ ഇതൊരു ICE എഞ്ചിൻ തന്നെയാണ്. ഇന്ത്യയിൽ ലഭ്യമായ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മുടെ വീഡിയോയിലെ ടൈറ്റിലേക്ക് വരാം. ഇന്ത്യയിൽ ലഭ്യമായ പ്രധാനപ്പെട്ട ഹൈബ്രിഡ് ടെക്നോളജി 1. മിൽഡ് ഹൈബ്രിഡ്. ഇന്ത്യയിൽ ഏറ്റവും പോപ്പുലറായ ഏറ്റവും താരതമ്യേന വില കുറഞ്ഞ ഹൈബ്രിഡ് ടെക്നോളജിയാണ് മിൽഡ് ഹൈബ്രിഡ്. പേര് സൂചിപ്പിക്കും പോലെ ഇതൊരു സെമി അഥവാ അർദ്ധ ഹൈബ്രിഡ് സാങ്കേതിക വിദ്യയാണ്. നേരത്തെ പറഞ്ഞതുപോലെ എഞ്ചിനും ഇലക്ട്രിക് മോട്ടറും ചേർന്നാണ് ഹൈബ്രിഡ് സാങ്കേതിക വിദ്യ. മിൽഡിലേക്ക് വരുമ്പോൾ ഇതിലെ ഇലക്ട്രിക് മോട്ടറിന് ഒറ്റയ്ക്ക് എഞ്ചിനെ മുന്നോട്ട് വയ്ക്കാൻ സാധിക്കില്ല. കുറഞ്ഞ സ്പീഡുകളിൽ അല്ലെങ്കിൽ മോട്ടോർ അസിസ്റ്റ് ആവശ്യമെന്ന് ECU സൂചന നൽകുമ്പോൾ ചെറിയ ടോർക്ക് എഞ്ചിൻ നൽകാൻ മാത്രമേ ഈ മോട്ടോറിന് സാധിക്കൂ. തൽഫലമായി ഇന്ധന ഉപയോഗം കുറയും. അതുകൂടാതെ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, ഐഡിൽ ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ എന്നീ സാങ്കേതിക വിദ്യകൾ കൂടി ഉപയോഗിച്ച് കൂടുതൽ ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതിൻ്റെ ഇടയിൽ ഒരു സംശയം ദൂരീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഹൈബ്രിഡ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുന്നത് കാറുകളുടെ സ്ഥിരം ബാറ്ററിയിൽ നിന്നുള്ള ചാർജ് കൊണ്ടല്ല. എന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ലൈറ്റിനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററി കൊണ്ടല്ല. അതിനുവേണ്ടി പ്രത്യേകം ബാറ്ററി യൂണിറ്റ് ഉണ്ട്. മാരുതി സുസുക്കിയാണ് ഈ ടെക്നോളജിയുടെ ഇന്ത്യയിലെ പ്രധാന പ്രായോജകർ എന്ന് പറയാം. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ ജനകീയമായ ഹൈബ്രിഡ് സാങ്കേതികവിദ്യയായി മിൽഡ് ഹൈബ്രിഡ് മാറിയതും. 2015 മാരുതി ആദ്യമായി മിൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യ അവതരിപ്പിച്ചത്. സിയാസിൻ്റെ ഡീസൽ മോഡലിലാണ് അത് വന്നത്. SHVS അഥവാ സ്മാർട്ട് ഹൈബ്രിഡ് വെഹിക്കിൾ ബൈ സുസുക്കി എന്നാണ് അവർ അതിനെ വിളിച്ചത്. ഇന്ന് മാരുതിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നിരവധി മോഡലുകളിൽ ഈ സാങ്കേതിക വിദ്യയുണ്ട്. ബലേനോ, എർട്ടിഗ, XL6, അടുത്തിടെ പുറത്തിറങ്ങിയ ബ്രസയിലും അവർ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാരുതി വാഹനങ്ങളുടെ പിറകിൽ കാണുന്ന ഈ എംബ്ലം അത് സൂചിപ്പിക്കുന്നതാണ്. മാരുതി സുസുക്കിയും ടൊയോട്ടയും തമ്മിൽ കരാറുണ്ടായതുകൊണ്ട് തന്നെ ടൊയോട്ടയും ഇതേ സാങ്കേതികവിദ്യ അവരുടെ കാറുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ ലക്ഷറി ബ്രാൻഡുകളായ ഓഡി, വോൾവോ, മെഴ്സിഡസ് ബെൻസ് എന്നീ ബ്രാൻഡുകളും ഇന്ത്യയിൽ മിൽഡ് ഹൈബ്രിഡ് ടെക്നോളജി ഉപയോഗിച്ചുള്ള വാഹനങ്ങൾ പുറത്തിറക്കുന്നുണ്ട്. ഇരുചക്ര വാഹന വിപണിയിലേക്ക് വന്നാൽ യമഹ ഫാസിനോ ഇതേ മിൽഡ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട്. ഇനി രണ്ടാമതായി വരുന്നത് ഫുള്ളി ഹൈബ്രിഡ് അല്ലെങ്കിൽ സ്ട്രോങ് ഹൈബ്രിഡ് സാങ്കേതികവിദ്യയാണ്.
മിൽഡ് ഹൈബ്രിഡിന് IC എഞ്ചിന് ഒരു സപ്പോർട്ടായിരുന്നെങ്കിൽ ഫുള്ളി ഹൈബ്രിഡ് ആകുമ്പോൾ ഇലക്ട്രിക് മോട്ടറിനും ബാറ്ററിക്കും അല്പം കൂടി ശേഷി കൂടും. ഉദാഹരണത്തിന് ലോ സ്പീഡിൽ സിറ്റിയിൽ പോകുമ്പോൾ വാഹനത്തിന് പവർ നൽകുന്നത് ഇലക്ട്രിക് മോട്ടറായിരിക്കും. എഞ്ചിൻ ലീഗൽ സ്പീഡിൽ പോകുമ്പോൾ ഇലക്ട്രിക് മോട്ടറും എഞ്ചിനും ഒരുപോലെ പ്രവർത്തിക്കും. എന്നാൽ നല്ല പവർ വേണ്ടി വരുമ്പോൾ പൂർണ്ണമായും IC എഞ്ചിനിൽ തന്നെ എഞ്ചിൻ പവർ മാറും. ഈ മാറ്റം ECU കൃത്യമായി മനസ്സിലാക്കി ക്രമീകരിക്കും. മിൽഡ് ഹൈബ്രിഡിനേക്കാൾ വളരെയധികം ഇന്ധനക്ഷമതയും ഈ എഞ്ചിന് അതുകൊണ്ട് തന്നെ നൽകാൻ സാധിക്കും. ഇന്ത്യയിൽ ആദ്യമായി വന്ന ഫുള്ളി ഹൈബ്രിഡ് വാഹനം ഹോണ്ട സിവിക് ആണ്. 2008 സിവിക് ഹൈബ്രിഡ് ഇന്ത്യയിലെത്തിയത്. ഇപ്പോഴും ഇന്ത്യയിൽ ഫുള്ളി ഹൈബ്രിഡ് കാറുകളുടെ എണ്ണം വളരെ കുറവാണ്. ഉള്ളതിൽ മിക്കതും ലക്ഷറി കാറുകളാണ്. ടൊയോട്ട ക്യാംറി, പുതിയ ഹോണ്ട സിറ്റി HV എന്നിവയാണ് നിലവിൽ ഏറ്റവും വില കുറഞ്ഞ ഹൈബ്രിഡ് വാഹനങ്ങൾ. ടൊയോട്ട ഹൈറൈഡറും മാരുതി ഗ്രാൻഡ് വിറ്റാരയും പുറത്തിറങ്ങുമ്പോൾ അവ രണ്ടും കൂടി ഈ നിരയിൽ ചേർക്കപ്പെടും. അപ്പോഴും അത് വലിയ എണ്ണത്തിലേക്കൊന്നും കടത്തില്ല. അതേസമയം ഇപ്പോൾ പറഞ്ഞ രണ്ട് വാഹനങ്ങൾക്കും മൈൽഡ് ഹൈബ്രിഡ് വേർഷനുമുണ്ട്. നേരത്തെ പറഞ്ഞ സിറ്റിക്ക് 25 മുകളിൽ ഇന്ധനക്ഷമത ലഭിക്കും എന്നത് ഹൈബ്രിഡിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തേത് അവസാനത്തേതുമായ സാങ്കേതികവിദ്യ പ്ലഗ് ഇൻ ഹൈബ്രിഡ് അഥവാ PHEV. ഒരേ സമയം അന്യനായും അമ്പിയായും മാറാൻ കഴിവുള്ള വാഹനങ്ങളാണിവ. അതായത് ചില സമയങ്ങളിൽ ഇതൊരു സമ്പൂർണ്ണ EVയും ചിലപ്പോൾ സമ്പൂർണ്ണ ICE വാഹനമാണ്. നേരത്തെ പറഞ്ഞ 2 കാറ്റഗറി ഹൈബ്രിഡിലും സാധാരണഗതിയിൽ ബാറ്ററി പ്ലഗ് ഇൻ ചെയ്ത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. റണ്ണിങ്ങിലും റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലും അത് ചാർജ് ആയിക്കൊള്ളും. പക്ഷേ PHEV വാഹനങ്ങളിൽ വലിയ ബാറ്ററിയും വലിയ മോട്ടോറുമാണുള്ളത്. അതുകൊണ്ട് തന്നെ റീജനറേറ്റീവ് ചാർജിങ് കൂടാതെ EV പോലെ ഇതിലെ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണം. നഗരപ്രദേശങ്ങളിലെ യാത്രകളിൽ എഞ്ചിൻ്റെ യാതൊരു സഹായവുമില്ലാതെ ഒരു EV ആയി മോട്ടോറിൻ്റെ സഹായത്തോടെ പ്ലഗ് ഇൻ ഹൈബ്രിഡ് കാറുകൾക്ക് സഞ്ചരിക്കാനാവും. എന്നാൽ സാധാരണ EVയുടെ അത്ര റേഞ്ച് ഉണ്ടാകില്ല. ഉയർന്ന വേഗതയിൽ ഇത് പൂർണ്ണമായും ICE വാഹനമായി മാറും. ഇന്ത്യക്കാർക്ക് അത്ര പരിചയമുള്ളതല്ല പ്ലഗ് ഇൻ ഹൈബ്രിഡുകൾ. അതിനുള്ള കാരണം വില തന്നെയാണ്. ഒരു EV കാറും ICE കാറും ചേർന്നുള്ള വില വരും ഈ മോഡലുകൾക്ക്. എന്നാലും പേരിന് 1-2 ഇന്ത്യയിലും ലഭ്യമാണ്. ലക്ഷറി വാഹനങ്ങളായ വോൾവോ XC90, പോർഷെ ക്യാൻ, പോർഷയുടെ തന്നെയായ പനമേര, ഫെറാറി 90 സ്ട്രാഡൽ എന്നിവയാണവ. ഇത് മൂന്നുമാണ് ഇന്ന് ഇന്ത്യയിൽ ലഭ്യമായ ഹൈബ്രിഡ് സാങ്കേതികവിദ്യകൾ. അതേസമയം വെറും ഐഡിൽ ഓട്ടോ സ്റ്റാർട്ട് ബട്ടണെ മൈക്രോ ഹൈബ്രിഡ് എന്ന് വിളിക്കുന്ന ചില ബ്രാൻഡുകളുമുണ്ട്. തട്ടിപ്പാണത്. മോട്ടോറുകളുടെയും ബാറ്ററികളുടെയും വില കുറയുമ്പോൾ ഹൈബ്രിഡ് കാറുകളുടെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ട്. അതേസമയം EV കാറുകളുടെ വിലയും അതേസമയം തന്നെ കുറയുന്നത് കൊണ്ട് EVയിലേക്ക് കൂടുതൽ ആളുകൾ മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഹൈബ്രിഡ് കാറുകൾക്ക് ഇന്ത്യയിലേക്ക് വലിയ ഭാവിയുണ്ടെന്ന് പറയാൻ പറ്റില്ല. EV കാറുകൾ ഇന്ന് റേഞ്ച് കൂടി ചാർജിങ് വേഗത കൂടുന്നു. അന്ന് ഹൈബ്രിഡ് കാറുകളുടെ വിൽപ്പന വല്ലാണ്ട് കുറയാൻ സാധ്യതയുണ്ട്.